ഞണ്ട്, കല്ലുമ്മക്കായ്, ചെമ്മീൻ, പിന്നെ സ്നാപ്പർ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഒരു കിടുക്കൻ സീ ഫുഡ് ബിരിയാണി. അതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. റെഡി? ബിരിയാണി ആരാധന അല്ല, എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള, പ്രത്യേകിച്ച് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഫാൻസ് ഉള്ള ഒരു ഭക്ഷണമാണ് എന്ത്? ബിരിയാണി. ബിരിയാണി എപ്പോൾ ഉണ്ടാക്കി കൊടുത്താലും ആർക്കും ഉണ്ടാക്കി കൊടുത്താലും 99% എന്നൊരു ഗോൾഡ് തലാട്ടുണ്ട്. അതെ ആണോ? അത്ര ഫാൻസാണ് ബിരിയാണിക്ക്. എനിക്ക് തോന്നുന്നത് മന്തി പോലും അതിൻ്റെ അയൽവക്കത്ത് വരില്ല. അതിൽ വെച്ചിട്ട് ഒരു പക്ഷേ ഏറ്റവും ഹൈലി ഫ്ലേവർഫുൾ, സ്വീറ്റ് ആൻഡ് നൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീ ഫുഡ് ബിരിയാണി. അതല്ലെങ്കിൽ ചെമ്മീൻ ബിരിയാണി അല്ലെങ്കിൽ കല്ലുമ്മക്കായ് ബിരിയാണി. എൻ്റെ ഒരു പഴയ ചെമ്മീൻ ബിരിയാണി നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ എൻ്റെ ഒരു വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഈ ചെമ്മീൻ ബിരിയാണി എന്ന് പറയുന്നത്. അത്രയ്ക്കധികം പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു ആ ബിരിയാണിയുടെ വീഡിയോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ സീ ഫുഡ് ബിരിയാണി. ഈ സീ ഫുഡ് ബിരിയാണി ഇപ്പോൾ ഉണ്ടാക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കാർത്തിയാനി റെസ്റ്റോറൻറ്റിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ജജീന ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് തിരുതക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല പോപ്പുലർ റെസ്റ്റോറൻ്റാണ്. കൊച്ചി, എവിടെയാണ് സ്ഥലത്തിൻ്റെ പേര് കൊണ്ട്? അയ്യോ, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടാ. കൊച്ചി എത്തുന്നേക്കാളും തൊട്ട് മുന്നേ ഇടത്തെ സൈഡിലാണ്. അവിടെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. നല്ല കിടിലൻ ഫുഡാണ് കേട്ടോ അവരുടെ. അതിനേക്കാളും ഉപരി ആ ചേച്ചിയുടെ അവിടുത്തെ അർപ്പണ മനോഭാവമാണ് അടിപൊളി എന്ന് പറയുന്നത്. 100-110 ചേച്ചി നിൽക്കുക. അപ്പോൾ ഈ കാര്യം ഞാൻ റെഫറൻസ് ആയിട്ട്, ചേച്ചി ഈ ബിരിയാണി പറഞ്ഞാൽ ഓടി നടക്കണല്ലോ സീ ഫുഡ് ബിരിയാണി, ഞാനൊരു വീഡിയോ ചെയ്യട്ടെ, നിങ്ങളുടെ റെഫറൻസ് പറഞ്ഞിട്ട് ചെയ്യട്ടെ. നീ പറയടാ, നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് പൊക്കി പറഞ്ഞോളോട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചീനെ നമുക്ക് ഈ വീഡിയോൻ്റെ അവസാനത്തിൽ പൊക്കി പറയാം. ഇത് സീ ഫുഡ് ബിരിയാണി അവിടെ നല്ല പോപ്പുലറായി എന്ന് പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ ഒരു വേർഷൻ ഓഫ് സീ ഫുഡ് ബിരിയാണിയാണ്. അപ്പോൾ സീ ഫുഡ് ബിരിയാണിക്ക് എന്താ വേണ്ടത്? സീ ഫുഡ്. അപ്പോൾ നമ്മളിന്ന് സീ ഫുഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് കല്ലുമ്മക്കായ്, ന്യൂസിലാൻഡ് ഗ്രീൻ ലിപ്പി കല്ലുമ്മക്കായ് ആണ് കേട്ടോ. ഇതൊരു 8-10 ഉണ്ട് ഇവിടെ. ഒരു 5-6 മുഴുവൻ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. എനിക്കിന്ന് ജംബോ പ്രോൺസ് അല്ലച്ചെങ്കിൽ നമ്മുടെ ടൈഗർ പ്രോൺസ് കിട്ടിയില്ല, അതിന് പകരം ജംബോ പ്രോൺസ് ആണ് ഞാൻ യൂസ് ചെയ്യണേ. പിന്നെ അതേ ഒരു 2 ക്രാബിൻ്റെ ഹാഫ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇവിടുത്തെ ന്യൂസിലാൻഡിലെ ബ്ലൂ ക്രാബ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രാബ് ഉണ്ട്. നല്ല ടേസ്റ്റുള്ള ക്രാബാണിത്, നല്ല മീറ്റുള്ള ക്രാബാണ്. ഓൺലി പ്രോബ്ലം ഈ കാല് തിന്നൽ കുറച്ച് ചടങ്ങാണ് ഇതിൻ്റെ. നല്ല കളർ കേട്ടോ. പിന്നെ അവരവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ കാളാഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് കേട്ടോ. കാളാഞ്ചിക്ക് പകരം ഇവിടെ കാളാഞ്ചി കിട്ടാനില്ല. അതിന് പകരം നമ്മൾ ഇവിടെ കിട്ടുന്ന സ്നാപ്പറാണ് ഉപയോഗിക്കണേ. സ്നാപ്പർ ഇതേ ഒരു മുഴുവൻ സ്നാപ്പർ. ലോക്ക് അറ്റ് ദാറ്റ് ബ്യൂട്ടിഫുൾ സ്നാപ്പർ, സ്കെയിൽഡ് ആൻഡ് നൈസ്ലി ഫുൾ സ്നാപ്പർ വി ഗോണ കുക്ക് ആസ് ഇറ്റ് ഈസ്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഫിഷ് സ്റ്റോക്ക്. ഓക്കെ, ഫിഷ് സ്റ്റോക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ പല വീഡിയോയിലും കട്ടിയിട്ടുണ്ട്. വെറുതെ ഒരു മീനിൻ്റെ മുള്ളെടുക്കുക, കുറച്ച് നേരം സിമർ ചെയ്യുക, 1 മണിക്കൂർ നേരം. അപ്പോൾ ഇതുപോലെ സ്റ്റോക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ഞണ്ടിൻ്റെയോ കല്ലുമ്മക്കായയുടെയോ അതല്ലെങ്കിൽ ചെമ്മീൻ്റെയോ ഒക്കെ തോല് കുറച്ച് നേരം, ഒരു 1 മണിക്കൂർ നേരം സിമർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന സ്റ്റോക്കാണ് കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് മാഗി ക്യൂബ് ഉപയോഗിക്കാം. ഇനി അടുത്ത സൂപ്പർ ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ ഇന്നത്തെ സീ ഫുഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് എന്ത്? റെഡ് ക്യാപ്സിക്കം. ക്യാപ്സിക്കും സീ ഫുഡും ഭയങ്കര കോമ്പിനേഷനാണ്. കാരണം എന്താണ്? ഈ ക്യാപ്സിക്കത്തിന് ഒരു സ്വീറ്റ് ഫ്ലേവർ ഉണ്ട്. സീ ഫുഡിന് എന്താണുള്ളത്? സ്വീറ്റ് ഫ്ലേവർ ഉണ്ട്. പിന്നെ ബിരിയാണിക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? ഇപ്പോൾ നമ്മൾ അടുപ്പത്ത് ഉണ്ടാക്കുന്ന ബിരിയാണി ആണെന്നുവെച്ചെങ്കിൽ ചെറിയൊരു സ്മോക്കി ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യണേ? നമ്മുടെ ഈ ക്യാപ്സിക്കത്തിനെ ഒന്ന് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് സ്മോക്ക് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഒന്ന് കരിച്ചെടുക്കുകയാണ്. ഇതേപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ഞാൻ ചുട്ടതിന് ശേഷം ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ ചൂട് കാരണം കുക്കാവുകയും നമുക്ക് സ്കിന്ന് പൊളിച്ച് കളയാനും പറ്റും. അതിനാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇനി എന്താണ്? ഇനി നമ്മൾ നമ്മുടെ ബിരിയാണിയുടെ ബേസിക് സോസ് ഉണ്ടാക്കാൻ പോവാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഈസിയാണ്. മസാലകളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടെർമറിക്, അതായത് മഞ്ഞപ്പൊടി നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല. സോ നമുക്ക് ആ ക്യാപ്സിക്കത്തിൻ്റെ സ്വീറ്റ് ഫ്ലേവറാണ് വേണ്ടത്, അല്ലാണ്ട് മഞ്ഞപ്പൊടിയുടെ അല്ല കേട്ടോ. കുക്കറിലാട്ട് നമ്മൾ ഉണ്ടാക്കണേ. അപ്പോൾ മസാലയ്ക്കായിട്ട് ആദ്യം ഇത് കുറച്ച് എണ്ണ കേട്ടോ. അത് നമ്മുടെ ഉള്ളി വറുത്തിട്ടുള്ള എണ്ണയാണ്. ഉള്ളി വറക്കണത് ഞാൻ എൻ്റെ എല്ലാ ബിരിയാണിയിലും കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് ഞാൻ ഈ സ്പെഷ്യലായിട്ട് കാണിക്കുന്നില്ല. ആ എണ്ണയിലേക്ക് കുറച്ചും കൂടി നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ. ഇവിടെ ഈ കുക്കർ കുണ്ടൻ പാത്രമായ കാരണം ഞാൻ അങ്ങനെ തിരിച്ച് കാണിക്കാട്ടെ എന്തൊക്കെയാണ് ചേർക്കണേന്നുള്ളത്, ഇല്ലെങ്കിൽ ഭയങ്കര പണിയാണ് കാണിക്കാനായിട്ട്. ഇനി നമ്മൾ ചേർക്കണത് ഒരു 1.5 തക്കാളി, മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതാണ് കേട്ടാ. നമ്മുടെ തക്കാളി അവിടെ ഇരുന്ന് വേവല്ലേ, ആ സമയത്ത് നമ്മുടെ ക്യാപ്സിക്കത്തിന് തൊലി പൊളിക്കാട്ടാ. ഗോൾഡിക്ക് ഇവിടെ വന്നിട്ട് റെക്കോർഡ് ചെയ്യാൻ അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല, പഴയ ജിംനാഷ്യ അവിടെ ഇരിക്കുക. അത് കാരണം ഇവിടെ നിന്ന് കാണിക്കട്ടോ. അല്ലെ ഗോൾഡെ മൊത്തം ചാർഡും സ്കിന്നും കളയണ്ട കേട്ടോ. ഒരു ലേശം അവിടെ ഇവിടെ ഇരുന്നോട്ടെ, ഒരു ചെറിയൊരു പുഹമണത്തിന് കേട്ടാ. ഇത് നമ്മുടെ ഞെട്ടില്ലേ, ഈ ഞെട്ടും നമുക്ക് വേണ്ട. ഇതേ ഞെട്ട് പറക്കിയപ്പോൾ അതിൻ്റെ കുരുവും കൂടെ ഇങ്ങോട്ട് പോന്നു. ബ്യൂട്ടിഫുൾ ക്യാപ്സിക്കം, ഇതിൻ്റെ ഉള്ള ജ്യൂസ്
നൈസ്ലി ഫ്ലേവേർഡ് വാട്ടർ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുറച്ച് ഗ്രീൻ ചില്ലിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂട്ടിയിട്ട് അരച്ചിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. ആൻഡ് ദിസ് പേസ്റ്റ് ഗിവ്സ് ദ ഫ്ലേവർ. ഓക്കെ, ഇപ്പം എനിക്ക് റെഡ് ക്യാപ്സിക്കത്തിൻ്റെ ആ സ്വീറ്റ്നെസ് ഐ ക്യാൻ ഫീൽ ദറ്റ് സ്വീറ്റ്നെസ്. ഇനി സീ ഫുഡിൻ്റെ കൂട്ടത്തിൽ പോണ മറ്റൊരു ബ്യൂട്ടിഫുൾ ഇൻഗ്രീഡിയൻ്റ് ആണ് സാഫ്രൺ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ സാഫ്രൺ കാട്ടിയപ്പോൾ പറഞ്ഞു ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന്. നിങ്ങൾക്ക് സാഫ്രൺ കിട്ടിയില്ല വെച്ചെങ്കിൽ സാഫ്രൻ്റെ ഫ്ലേവർ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഫ്ലേവർ മേടിച്ചിട്ട് ഇടുക കേട്ടോ. ആൻഡ് സീ ഫുഡ് ആൻഡ് സാഫ്രൺ ഓൾവേസ് ഗുഡ്. ഇവിടെ തക്കാളി ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള പിസ്ത ഉള്ളി ഇല്ലേ, ഞാനിവിടെ 2 ഉള്ളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ക്യാപ്സിക്കം സോസ് ഇപ്പോൾ ഉണ്ടാക്കിയില്ലേ, അല്ലെങ്കിൽ ഡിപ്പ് അല്ലെങ്കിൽ അരച്ച പേസ്റ്റ് കേട്ടോ, അതും കൂടെ ചേർക്കണം. ആൻഡ് നൈസ്ലി ഇവനെ ഒന്ന് കുക്ക് ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കണം കേട്ടോ. ഇതിൻ്റെ മോയ്സ്ചർ കുറച്ച് കുറയണം. ഓക്കെ, അപ്പോൾ നോക്കിയേ നമ്മുടെ മസാല നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ട് ഇതേ ഓയിലൊക്കെ മുകളിലേക്ക് കിനിഞ്ഞു തുടങ്ങി. കണ്ടോ, നല്ല സാഫ്രൻ്റെ മണം വരുന്നുണ്ട്. ഇനി നമ്മൾ മല്ലിപ്പൊടി ചേർക്കണില്ല, അതിന് പകരം എന്താ ചേർക്കണേ, ഫ്രഷ് മല്ലി. ഇനി എന്താണ്, കുറച്ച് ഗരം മസാല പൗഡർ. ഓക്കെ, കുറച്ച് ബ്ലാക്ക് പെപ്പർ. ഇതിൻ്റെ അളവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പോർഷനിൽ എത്രയാണ് സീ ഫുഡ് ഇടണേ, എത്രയാണ് ബീഫ് ഇടണേ, എത്രയാണ് ചിക്കൻ ഇടണേ വെച്ചിട്ട് ഇട്ടാൽ മതിട്ടാ. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എത്രയാണ് ഇടേണ്ടത് ചേട്ടാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു കണക്കുണ്ടാവുമല്ലോ. അപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കണവരാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ ഒരു മനക്കണക്കിൽ അങ്ങോട്ട് പട്ടയ്ക്കുക. നോക്കാതെ ബ്യൂട്ടിഫുൾ കണ്ടാ. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മുടെ സീ ഫുഡ് ചേർക്കുക. കല്ലുമ്മക്കായ്, നമ്മുടെ ചെമ്മീൻ, പിന്നെ നമ്മുടെ ഞണ്ട്. ഞണ്ടിക്കോ മീൻ ഇടുന്നില്ല ചേട്ടാ, അതവിടെ ഇരിക്കട്ടെ. ഇനി കുറച്ച് ഉപ്പ്, പ്രോബ്ലി ഇനഫ്. നമുക്ക് റൈസിൽ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം, ഇതിൽ ഉപ്പില്ലെങ്കിലും കുഴപ്പമില്ല. വേവിക്കണ്ട കേട്ടാ, വേവിച്ച പണിപ്പാളും ഇവനൂടെ ഇരിക്കട്ടെ. നമുക്കിനി വേണ്ടത് അരി വേവിക്കുന്ന പരിപാടിയാണ്. അരി വേവിക്കാനായിട്ട് കുറച്ച് നെയ്യ്, 800 ഗ്രാം അരിയാണ് കേട്ടോ ഉപയോഗിക്കണേ. ബാസ്മതി റൈസാണ് ഉപയോഗിക്കണേ, ജീരകശാലയല്ല. നല്ല ഏജ്ഡ് ആയിട്ടുള്ള ബാസ്മതി റൈസാണ് ഉപയോഗിക്കണേ കേട്ടോ. ഇനി എന്താണ്, ഹോൾ സ്പൈസ്, ഒരു തരി ഉള്ളി വറുത്തത്. ഇനി ഇത് ഏജ്ഡ് ബാസ്മതി റൈസ്. ഇനി നമ്മളെന്താണ്, ഫിഷ് സ്റ്റോക്ക് അല്ലെങ്കിൽ സീ ഫുഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ചെമ്മീൻ്റെ തൊണ്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചാറ്, വെരി ഇമ്പോർട്ടൻറ്റ്. അതല്ല വെച്ചെങ്കിൽ മാഗി ക്യൂബ് ഇട്ടാ, അല്ലാണ്ട് പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് കിട്ടില്ല നമുക്ക്. വെള്ളം എപ്പോഴും നോക്കിയാൽ ഒരു വിരലളവ് ഇട്ടാൽ, ഈ വിരലിൻ്റെ ഈ വരയില്ലേ അതുവരെ നമുക്ക് വെള്ളം വേണ്ടോ. ഓക്കെ, ബിരിയാണി അരിയിൽ ഒരു ലേശം വെള്ളം കുറഞ്ഞാലും കുഴപ്പമില്ല, ഒരിക്കലും കൂടരുത്. ഓക്കെ, ഇനി ഇതിൽ കറക്റ്റ് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യണം. അടച്ചു വയ്ക്കുക, ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വെള്ളം മൊത്തം അബ്സോർബ് ആവട്ടെ, എന്നിട്ട് വേണം നമുക്ക് ദം ചെയ്യാനായിട്ട്. ഉപ്പും കുപ്പിയിൽ നീല കളറൊക്കെ കേട്ടിട്ട് ദേഷ്യം പോലെ ഞാൻ എടുത്ത് വെച്ചു. ഉപ്പിടാനുള്ള സാധനമാണ്. ഇന്ന് നീ ഒരു കാര്യം ചെയ്യും, സ്നേഹവതിയായ ഭാര്യയായ നീ ഇതൊന്നും മാറ്റിയിട്ട് ഒരു പച്ചയോ മഞ്ഞ എന്നുള്ളത് തന്നെ മേടിച്ചാൽ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അരി അവിടെ വേവുണ്ട്, സീ ഫുഡ് കുക്കറിൽ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മീൻ നമ്മൾ മുഴുവനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ മീൻ എന്താ ചെയ്യേണ്ടത്, ഒന്നും ശരിക്കും ചെയ്യേണ്ട, ഒരു മുറിവ് പോലും നമ്മൾ ഇടേണ്ട കാര്യമില്ല. നമ്മൾ ബേസിക്കലി ഇതിൻ്റെ അകത്തേക്ക് ഒരു ലൈമിൻ്റെ 2 സ്ലൈസ് പീസസും കുറച്ച് പച്ചമുളകും ഉപ്പും കൂടിയിട്ട് എടുത്ത് വയ്ക്കാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം ഇതിനെ വേവിക്കാനായിട്ട്. അപ്പോൾ നല്ല ഉടയൂല, നമുക്കതൊരു മീനായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ശരിയായിട്ട് ഇനി സമയമില്ല. ഇത് ഓൾറെഡി നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കല്ലുമ്മക്കായും ഞണ്ടും ഞവഞ്ഞൊക്കെ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അരി കാട്ടിത്തരാം. അരി ഒരു 40% വെന്തിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് വെള്ളം അബ്സോർബ് ആവുകയും ഈ കുഴികൾ കാണുകയും ചെയ്താൽ നമ്മുടെ അരി 40% ആയിട്ടുണ്ട്. ഇതേ വിറങ്ങലിച്ച അരി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് നേരെ നമ്മുടെ കുക്കറിലേക്ക് എടുത്തിടുക. ഇനി നമ്മുടെ ഫുൾ സ്നാപ്പർ ഗോയിങ് ഇൻ. ഓക്കെ, ബ്യൂട്ടി. സ്നാപ്പറിൻ്റെ മുകളിലേക്ക് ഒരു ലേശം കൂടി ലൈം ജ്യൂസ്. ഇനി ഞാൻ നെയ്യിന് പകരം ഉപയോഗിക്കുന്നത് കുറച്ച് ബട്ടറാണ് കേട്ടോ. ഓക്കെ, ഈ മീനിൻ്റെ ചെകളയിലൊക്കെ കയറ്റി വിടുക, അപ്പം മീനിൻ്റെ ഉള്ളിൽ കൂടെ ഒലിച്ചിറങ്ങി ബട്ടർ പുറത്തേക്ക് വരും. ഓക്കെ, ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്, ഒരു ലേശം കൂടി ഗരം മസാല ഓൺ ടോപ്പ്. ഓക്കെ, ബ്യൂട്ടി. ലിറ്റിൽ ബിറ്റ് പെപ്പർ, നോട്ട് ടു മച്ച്, നല്ല കറുപ്പ മാത്രം വേണ്ട, കുറച്ചൊരു പെപ്പറി മണം കിട്ടാനായിട്ട്. ദാറ്റ്സ് ഇറ്റ്, കവർ. ഇതെല്ലാം കൂടി നമ്മുടെ കുക്കറിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. കുക്കറിൽ തന്നെ ചെയ്യണില്ല കേട്ടോ. എനിക്ക് കുക്കറിൽ ചെയ്യുമ്പോഴാണ് ബിരിയാണി ഏറ്റവും അടിപൊളിയായിട്ട് ദമ്മായിട്ട് വരിക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കുക്കറിൽ ചെയ്യണേ. ഒരൊറ്റ വിസിൽ, എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ഒരൊറ്റ വിസിൽ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വിസിൽ വന്നാൽ അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് 20 മിനിറ്റ് നേരം ദമ്മിൽ വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കറിൻ്റെ വിസിൽ മാറ്റി വെക്കുക ഒരു അരമണിക്കൂർ. സോ
കുക്കറിൽ വിസിൽ വന്നതിന് ശേഷം ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുക കേട്ടോ. എല്ലാവരും അപ്പം തന്നെ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. നിറച്ച് വെള്ളവും ഗൂയൊക്കെ ആയിട്ടിരിക്കും. ആ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സ് എല്ലാം തന്നെ തിരിച്ച് ഇൻഗ്രീഡിയൻസിലേക്ക് അബ്സോർബ് ആവണം. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ബിരിയാണി ശരിയായിട്ട് വന്നിട്ട് ഉണ്ടാവും. ഇവിടെ ഈ സാധനം അങ്ങനെ ഇരിക്കണ കാരണം ഈ കുക്കറിൻ്റെ ഉള്ളിൽ കാണിക്കാൻ എളുപ്പമല്ല. ലുക്ക് അറ്റ് ദ ഫിഷ്, വെരി നൈസ്. കണ്ടാ, മീൻ ഉടഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല കേട്ടാ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, റൈസൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അതിനേക്കാളും മുന്നേ ഈ മീനിനെ കേടാക്കാണ്ടേ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് എടുത്തു വയ്ക്കണം. ഓ കൈ പൊള്ളിട്ടാ കൊള്ളേ. ഓക്കെ, നമ്മുടെ സ്നേപ്പർ പരമാവധി ഒരു വാലിൻ്റെ പീസ് മാത്രം ലേശം പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ റൈസ് നോക്കാം. ലുക്ക് അറ്റ് ദ റൈസ്. ബ്യൂട്ടിഫുൾ കുക്കഡിൻ്റെ പെർഫെക്ഷൻ. ഞാൻ നോക്കിയേ, സീ ഫുഡ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഇട്ടിട്ടുള്ളൂട്ടാ. വേറെ ഒന്നല്ല, ഇവിടെ ആരും സീ ഫുഡ് കഴിക്കില്ല. അതുകൊണ്ടാ. ഗോൾഡയ്ക്ക് കല്ലുമ്മക്കായ അലർജി, മാമന് പ്രോൺ അലർജി. ഇനി ഞാൻ നമ്മുടെ അരിയുടെ അടിയിൽ സീ ഫുഡ് വരുന്ന ഭാഗത്തേക്ക് പോകട്ടെ. നല്ല ജ്യൂസായിട്ടുള്ള ചെമ്മീനൊക്കെ എനിക്ക് ഇവിടുന്ന് കാണാനുണ്ട്. ഓഹോഹോ, നമ്മുടെ ക്രാബ്. ഓ ലുക്ക് അറ്റ് ദ സോസ്, ബ്യൂട്ടിഫുൾ സോസ്, ബ്യൂട്ടിഫുൾ ക്രാബ്. ലുക്ക്, എന്നോട് ചേച്ചി പറഞ്ഞത് ഇടാ ക്രാബൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുള്ള് കാലോടൊക്കെ മുകളിലേക്ക് ഇട്ടോട്ടാന്ന് പറഞ്ഞേ. ലുക്ക് അറ്റ് ദ ക്രാബ്. ഓ വാ, സോ ലവ്ലി. സൂപ്പർ ഗ്രേവി കേട്ടാ. കാണുമ്പോൾ എനിക്ക് അറിയാണ്ട്, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണമല്ല കേട്ടോ. ഇതൊക്കെ ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാം. അതിനേക്കാൾ മുന്നേ നമ്മുടെ കല്ലുമ്മക്കായുടെ ഉള്ളൊക്കെ കണ്ടാ. ഇതൊക്കെ നോട്ട് ടു ഡ്രൈ. ഓക്കെ, ചെറുതായിട്ടൊന്നും പോയിട്ടില്ല. പെർഫെക്ഷൻലി കുക്കിഡിയോ. ഒരു ചെമ്മീൻ ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഞണ്ടൻ ഇത് ഞണ്ടിരിക്കുന്നു. ഓക്കെ, ഓഹോ ഹോ ഹോ ഹോ. നല്ല ബ്യൂട്ടിഫുള്ളി നീല ഞണ്ട്. ഇപ്പോൾ ഓറഞ്ച് ഞണ്ടായി കണ്ട. ഓ ദ സോസ് ടേസ്റ്റ് സോ നൈസ്, കൊണ്ട് സോ നൈസ്. മീൻ എടുത്ത് വയ്ക്കട്ടെ. ഓ വാ, ലുക്ക്. പ്ലേറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് ഞണ്ടിനെയൊക്കെ കുറച്ച് കാണുന്ന വിധത്തിൽ വെക്കാട്ടാ. ഇങ്ങനെയൊക്കെ ലെവലിൻ്റെ ഒരു ലേശം ഗ്രീനിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലാട്ടാ. ഇനി എന്താണ് നമ്മുടെ ബിസ്ത വറുത്തത് അല്ലെങ്കിൽ ഉള്ളി. ഓഹോ ഹോ ഹോ, ഒരു ലേശം ഓൺ ദ ഫിഷ്. ഓക്കെ, ബ്യൂട്ടിഫുൾ സീ ഫുഡ് ബിരിയാണി. നോക്കിയേ, ഇതിൻ്റെ ടെക്സ്റ്റേഴ്സ് നോക്കിയേ, മീൻ കിടക്കണ നോക്കിയേ, നമ്മുടെ ഞണ്ടനെ നോക്കിയേ. ഓക്കെ, നമ്മുടെ ചെമ്മീനെ ഇവിടെ കാണാനില്ല. ഓക്കെ, കല്ലുമ്മക്കായ്. ഓ ലെറ്റ്സ് ട്രൈ ഈറ്റിംഗ് ദിസ് കല്ലുമ്മക്കായ്. അയ്യോ, കണ്ണിൻ്റെ ഉള്ളിൽ മുളക് പോയിട്ടാ. കിട്ടിയാ? ഇനി നോക്കിയാൽ നമുക്ക് ഒരു കല്ലുമ്മക്കായ എടുത്തിട്ട് ഒരു മസാലയൊക്കെയുള്ള ഒരു ഉരുളി എടുക്കാം കേട്ടോ. ഓക്കെ, നോക്കാം. കല്ലുമ്മക്കായ നോക്കിയേ. ഇങ്ങനെ കല്ലുമ്മക്കായ കുക്ക് ചെയ്യുക. അല്ലാണ്ട് ചട്ടിയിലിട്ട് വഴറ്റി വെച്ചിട്ട് അതിൻ്റെ ആ 2 സൈഡിൽ മറ്റേ ജെട്ടിയിലെ ലാസ്റ്റിക് പോലത്തെ 2 വള്ളി മാത്രമേ അവസാനം നമ്മൾ കറി വയ്ക്കുമ്പോൾ ഉണ്ടാവുള്ളൂ. നോ യു ഷുഡൻ ബി. കഴിഞ്ഞ ദിവസം ആരൊരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്, കല്ലുമ്മക്കായ ഇങ്ങനെ മെഴുക്ക് വരട്ടിയിട്ട് അവസാനം ഈ ജെട്ടിയിലെ ലാസ്റ്റിക് മാത്രമല്ലോ. നൗ ദ പ്രോൺ. ലുക്ക് അറ്റ് ദ പ്രോൺ. ചില ആൾക്കാർ ഈ പ്രോണിൻ്റെ ബാക്കിൽ ഈ സാധനം പ്രിഫർ ചെയ്യാറില്ല. അതിന് ചെറിയൊരു ബിറ്റർനെസ് ഉണ്ടാവും. സോ ഡോണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കളയാട്ടോ. ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല, കാരണം നമുക്ക് ഈ പ്രോൺ ഇതേ ഷേപ്പിൽ കിട്ടണം. ഓ സോ ഗുഡ്. ഓക്കെ, നമുക്ക് ഈ പ്രോണിൻ്റെ 2-3 തൊലിയൊക്കെ കളഞ്ഞിട്ട് ലുക്ക്. ബ്യൂട്ടിഫുള്ളി കുക്ക്ഡ്. ഇനി നോക്കിയേ, നല്ല മസാലയൊക്കെയുള്ള ഞണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ ദ ഞണ്ട്. ഞണ്ട് തിന്നൽ മാത്രമാണ് ഒരു ലേശം പണിയിട്ടാ. നിറച്ച് ഞണ്ടിൽ
ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ. ഓ വാവ്. സോ ബട്ടർ ഊസിങ് ഔട്ട് ഓഫ് ദിസ് ഞണ്ട്. വാവ്, ബ്യൂട്ടിഫുൾ. ഇനി നമ്മുടെ സ്നാപ്പർ കണ്ടോ, ഞണ്ട് ഭയങ്കര ടേസ്റ്റ്. മീൻ നോക്കിക്കോട്ടാ. ഓക്കെ, കുക്കഡിൻ്റെ പെർഫെക്റ്റ് ആണോന്ന്. സോ വി ഗോണ നൈസ്ലി പുള്ളിങ് a beautiful, not even overcooked, beautifully cooked yo. Wow, snapping just like that. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, നല്ല മസാലയുള്ള ഒരു ഭാഗമുള്ള നമ്മുടെ ഈ റൈസിൻ്റെ സെൻട്രൽ പോർഷനിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ സ്നാപ്പറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കണം. ഓക്കെ, then you roll your fish like that. Then അതാ ഞാൻ താഴില്ല കേട്ടോ ഗോൾഡ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ താഴില്ല. മുള്ളു മാത്രമേ സഹിക്കാൻ പറ്റാത്തുള്ളൂ. പക്ഷേ ബട്ടറൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടേ നല്ല സ്മൂത്ത് ടെക്സ്ചർ, നല്ല ഫ്ലേവർ കേട്ടോ. സോ ഗുഡ് ബിരിയാണി. കമോൺ ഗോൾഡ, നൗ ഇറ്റ്സ് യുവർ ടേൺ. കമനി. അപ്പോൾ അതേ നമ്മുടെ അന്തപുരത്തിലെ മഹാറാണി, ഓഹോ മഹാറാണി എത്തിയിട്ടുണ്ട്. കമോൺ. ഗോൾഡയ്ക്ക് സീ ഫുഡ് അലർജി ഉള്ള ആളാണ്. അലർജി അല്ല, ഈ പ്രത്യേകിച്ച് കല്ലുമ്മക്കായി ഇടയ്ക്ക് പുള്ളിക്കാരുടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഐറ്റാണ്. ഇൻടോളറൻസ് ഇടയ്ക്ക് പുള്ളിക്ക് നല്ല പണി കിട്ടും, ഛർദിക്കും പുള്ളിക്കാരി. ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞേ. അത് കാരണം റൈസ് ഞാൻ ഓൾറെഡി കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ മറ്റേ എന്നായിരുന്നു ജീരകശാല വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഒന്ന് നിർത്തിയിട്ടൊന്ന് പറഞ്ഞേ. നമ്മൾ സാധാരണ ജീരകശാല വെച്ചിട്ട് അങ്ങനെയല്ലേ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള സമയമില്ലേ അവർക്ക് പോയിട്ട് കഞ്ഞി കുടിച്ചിട്ട് വേറെ അടുത്ത പരിപാടി ബിരിയാണി ഉണ്ടാക്കാനുള്ളതാ. ഇനി സ്പീഡിൽ പറ. ബസ്മതി റൈസ് വെച്ചുണ്ടാക്കുന്നത് വലിയ രസം ഉണ്ടാവാറില്ല. മറ്റേതാണ് നല്ലത്. ഇന്ന് പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ്, അടിപൊളി. ഡ്രൈയോ അങ്ങനെയൊന്നും അല്ല, ബ്യൂട്ടിഫുൾ അടിപൊളി ബിരിയാണിയാണ്. മസ്റ്റ് ട്രൈ. അഗെയിൻ സീ ഫുഡ് അലർജി ഉള്ള ആൾക്കാർ ഫിഷ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാം. ഇനി നമ്മുടെ ജജീന ചേച്ചിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോൾഡേക്ക് ഇരിക്കാൻ പറ്റണില്ല എന്ന്. കസാര കൊണ്ടുവരാൻ പറഞ്ഞു. ഇതും ഇരിക്കാൻ പറ്റുമോ? ആ കഥ മുഴുവൻ കേട്ട് കഴിയുമ്പോഴേക്കും വയ്യാണ്ട് വെച്ചിട്ടാണ് നീ ഞാൻ ആ കസാര എടുത്തോണ്ടിരാ. നീ ഇങ്ങനെ ഇരിക്കണ്ട, നീ ഇങ്ങനെ ഉണ്ടാവട്ടെ. മറ്റേ അപൂർവ സഹോദരങ്ങളിൽ കമലഹാസന്റെ പോലെ ഉണ്ടാവും. ഗോൾഡ പോയിട്ടാ ചേച്ചിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാന്ന് വെച്ചപ്പോൾ അവള് പോയി. എന്റെ കഥ വലുതാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അവൾക്ക് കാലുമ്പോൾ നീര് വരുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇവിടുന്ന് പോയി. കാർത്തിയാനി റെസ്റ്റോറൻറ്റിൽ ഞാനും ഒനിയിലും ഗോൾഡയും കൂട്ടിയിട്ട് 2023 വെക്കേഷന് വന്ന സമയത്ത് അവിടുത്തെ തിരുതക്കറി അടിപൊളിയാണെന്നും പറഞ്ഞിട്ടാണ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ തിരുതക്കറിയിലുള്ള നെയ്യ് പീസും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചേ ഇതെങ്ങനെ ഉണ്ടാക്കണേ ഒന്ന് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നീ വീട്ടിലേക്ക് വാടാ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി വീട്ടിലേക്ക് പോയി. അവരുടെ വീട്ടിലാണ് ഈ കറി ഉണ്ടാക്കിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അത് പുള്ളിക്കാരുടെ ഒരു പാഷനാണ്. കാരണം പുള്ളിക്കാരുടെ ഭർത്താവിൻ്റെ അച്ഛനാണ് പോലും പുള്ളിക്കാരനെ കുക്കിംഗ് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയും ആ ഒരു പാഷനും കാരണം പുള്ളിക്കാരി അവിടെ നിന്ന് തന്നെ കറി ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലണു, തിരുത മേടിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഭാഗം കാണിച്ചു തരുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും മിക്കവാറും. അന്ന് മുതലേ പുള്ളിക്കാരിയായിട്ട് നല്ല കമ്പനിയാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഫോൺ വിളിക്കും എല്ലാം ചെയ്യും. ഗോൾഡ് ഗർഭിണിയാണെന്ന് പറഞ്ഞ് ആ സമയത്താണ് പിന്നെ ഞാൻ വിളിക്കണത്. അപ്പോൾ അങ്ങനെ വിളിച്ച് കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒരു സീ ഫുഡ് ബിരിയാണിയുടെ വീഡിയോ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓടി നടക്കുന്നുണ്ട്. നല്ല അടിപൊളിയാണ്, സൂപ്പറായി, എല്ലാവരും വന്നൊരു വീഡിയോ ഒക്കെ എടുത്തു, നല്ല ഹിറ്റായിട്ടുള്ള സീ ഫുഡ് ബിരിയാണിയാണെന്നും പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ആ കോൺവെർസേഷൻ അവസാനിപ്പിച്ചിട്ട് വെച്ചുട്ടാ. അങ്ങനെ ഞാൻ ഒരു ചെമ്മീൻ്റെ ബിരിയാണി ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സീ ഫുഡ് ബിരിയാണി ഇത്രയും നാട്ടിൽ അങ്ങനെ അധികം ആൾക്കാർ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. ഇവരിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഒരു സീ ഫുഡ് ബിരിയാണി ചെയ്താലോ എന്ന്. അപ്പോൾ നിങ്ങളുടെ റെഫറൻസ്, അതായത് കാർത്തിയാനിയുടെ ഒരു റെഫറൻസ് വെച്ചിട്ട് ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിക്കാനായിട്ട് പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റഡ്. നീ ചെയ്ത് എന്തായാലും സൂപ്പറായിരിക്കും, അടിപൊളിയായിരിക്കും, ഇതേ എൻ്റെ റെഫറൻസ് കൂടി പറഞ്ഞോളൂട്ടാ
എന്നെ നീ ഒന്ന് പൊക്കി വിട്ടോട്ടാന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ തന്നെ പറയാൻ ജജീന ചേച്ചി എന്ന് പറഞ്ഞു. ഇവിടെ നീ എന്നെ നാറ്റിക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി പോകാൻ വെച്ച് ഞാൻ നാറ്റിച്ചല്ല കേട്ടോ. എനിക്ക് നിങ്ങളെ പറ്റിയൊരു കാര്യം പറയാനുണ്ട്. ഈ ഫുഡിനെ കുറിച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കയ്യിൽ കണ്ണിനകത്ത് നമുക്ക് തീ കാണാൻ പറ്റും ചില ആൾക്കാരുടെ അടുത്ത്. അവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അത് നമുക്ക് ശരിക്കും കേൾക്കുമ്പോൾ തന്നെ ആ ഭക്ഷണം കഴിക്കണ പോലെ തോന്നും. അതുപോലത്തെ ഫീൽ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ള ആളുകളിൽ വിരലെണ്ണാവുന്ന ആളുകൾ അല്ലെങ്കിൽ വളരെ കുറവിൽ ഈ ചേച്ചിയാണ്. ഈ ചേച്ചി ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് കണ്ണിൽ കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞ് വെക്കണേക്കാൾ തൊട്ട് മുന്നേ പുള്ളിക്കാരനോട് പറയണേ, എടാ ഇനി ഞാൻ അടുത്തത് എന്താ ഉണ്ടാക്കുക എന്നുള്ളത്. അത് തീയാണ്. ഇറ്റ്സ് എ ഫയർ. എന്താ പുഷ്പ അല്ലടാണ് ആ ഫയർ എന്നൊക്കെ പറഞ്ഞ പോലെ. ചേച്ചി യു ആർ എ ഫയർ, നോട്ട് മെനി പീപ്പിൾ ക്യാൻ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. എനിക്കറിയാം ചേച്ചി എൻ്റെ അടുത്ത് റെസിപ്പി ചോദിച്ചതോ അല്ലെങ്കിൽ ഞാനിനി എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചതല്ല, ചേച്ചിയോട് തന്നെ ചോദിച്ച ഒരു ചോദ്യമാണെന്ന്. ഒരു ഓൺട്രപ്രണർ, ഷെഫ് അല്ലെങ്കിൽ ഒരു കുക്ക് അല്ലെങ്കിൽ ഒരു ഹോം കുക്ക് ഒരു സ്ഥാപനം നടത്തി കൊണ്ടുപോകണതിൻ്റെ ഇടയിൽ ഇത്രയും പാഷനേറ്റായിട്ട് അത് റൺ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയിട്ടുള്ളൊരു കാര്യമല്ല. ആൻഡ് ഹാറ്റ്സ് ഓഫ് ചേച്ചി. അത് പറ്റാത്ത ഒരാളാണ് ഞാൻ, അതുകൊണ്ട് ആ ഫീൽഡിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പാഷനേറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ കുക്ക് ചെയ്യുക, ഇങ്ങനെ ആൾക്കാർക്ക് ഓരോ ചെറിയ പോർഷൻ ഉണ്ടാക്കി കാണിക്കുകയാണ്. ആ സെയിം ടൈമിൽ വിത്ത് ദാറ്റ് പാഷൻ ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുക എന്ന് പറയുന്നത് ഐ നോ ഇറ്റ്സ് വെരി ഹാർഡ്. സോ അഗെയിൻ ബ്യൂട്ടിഫുൾ. ഞാൻ നിങ്ങളുടെ സീ ഫുഡ് ബിരിയാണി കഴിച്ചിട്ടില്ല, ഇതൊരു പെയ്ഡ് പ്രൊമോഷനും അല്ല. ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്. പുള്ളിക്കാരി ഞാനായിട്ട് എപ്പോഴും ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഡിസ്കഷൻ നടക്കാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും കാർത്തികേയൻ്റെ മുന്നിൽ കൂടെ അല്ലെങ്കിൽ കൊച്ചിയിലൊക്കെ പോകുന്നുണ്ട് വെച്ചെങ്കിൽ ട്രൈ ദയർ സീ ഫുഡ് ബിരിയാണി ആൻഡ് ലെറ്റ് മീ നോ. നാട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് അവരുടെ സീ ഫുഡ് ബിരിയാണി ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ചേച്ചി ഇനി നാട്ടിൽ വരുമ്പോൾ നമുക്ക് സീ ഫുഡ് ബിരിയാണി പറഞ്ഞാൽ പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കി വെക്കുക, അവരുടെ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക. ഇത് അവരുടെ റെസിപ്പി ഒന്നും അല്ല കേട്ടോ, ഇത് എൻ്റെ ഓൺ റെസിപ്പിയാണ്. ഞാൻ ചുമ്മാ അവരുടെ അവിടെ ഒരു പോപ്പുലറായ ബിരിയാണി ആയപ്പോൾ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. ഓക്കെ ചേച്ചി, അപ്പോൾ താങ്ക് യു. ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത കാണാം. അതുവരെയ്ക്കും ബൈ ഫോർ നോ, ബൈ. Okay, thank you Jajini Chachi, and you try my recipe too. It's very nice. The pepper, the capsicum or sweet capsicum gives you the life.